ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി ഒരു പുതിയ ഹോം നേഴ്സായിട്ട് വന്നിട്ട് മുത്തശ്ശിക്കും അലീനയ്ക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ വലിയ സങ്കടമാവുന്നുണ്ട് കേട്ടോ. പുതിയ ഹോം നേഴ്സ് വരുമ്പോൾ എന്തായാലും അലീന പുറത്തേക്ക് ഇറങ്ങി പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ അലീനയെന്ന് ചോദിക്കുമ്പോൾ അവളിനി എന്തിനാണ്, അവളിവിടെ നിൽക്കണ്ട, അവൾ പൊക്കോട്ടെ, അവൾ ആഗ്രഹിക്കുന്നത് ഇവിടെ നിന്ന് പോകാൻ തന്നെയല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ നീ പൊക്കോളാൻ അലീനയോട് പറയാണ്. അപ്പോൾ അലീന ആ ശരി എന്നും പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് അലീന ഫുഡൊക്കെ കൊണ്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പുതിയ ഹോം നേഴ്സ് വന്നിട്ടുള്ളതൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കോളിംഗ് അടിക്കുന്ന സമയത്ത് വൈജയന്തിയും കൂടെ മുകളിലേക്ക് പോകുന്നുണ്ട്. കാരണം പുതിയ ഹോം നേഴ്സിനെ കൊണ്ടുവന്ന കാര്യം പറയണമല്ലോ, അലീനനെ പറഞ്ഞയക്കുകയും വേണമല്ലോ. അത് മാത്രമല്ല ഹോം നേഴ്സിനെ പരിചയപ്പെടുത്തുകയും അലീനെ പറഞ്ഞയക്കും. അതോടൊപ്പം തന്നെ വൈജയന്തിക്ക് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ഇനിയിപ്പോൾ പുതിയ ഹോം നേഴ്സിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വൈജയന്തിക്ക് തന്നെ സാധനങ്ങൾ കൊണ്ടുകൊടുക്കുകയും ബാലേന്ദ്രനെ നോക്കാന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് കേട്ടോ വൈജയന്തി കൂടെ പോകുന്നത്. പക്ഷേ ബാലേന്ദ്രൻ അലീനോട് പറയുകയാണ് എനിക്കിനി ഒരു കുക്കമ്പർ സലാഡ് വേണമെന്ന് പറയുമ്പോൾ അലീന പറയാണ് ഇങ്ങനെ പുതിയ ഹോം നേഴ്സ് വന്നിട്ടുണ്ട്, അപ്പോൾ എനിക്ക് പോകാമല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കുക്കമ്പർ സലാഡ് വേണം എന്ന് പറയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് അത് ഞാൻ കൊണ്ടുതരാമെന്ന് പറയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രന് ദേഷ്യം വരികയാണ്. ബാലേന്ദ്രൻ പൊട്ടിത്തെറിക്കുകയാണ്. എനിക്ക് കുക്കമ്പർ സലാഡ് നീ എങ്ങാനും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് നിലത്ത് തല്ലി നിൻ്റെ മൂക്ക് അടിച്ച് ഞാൻ പൊട്ടിക്കും, അടിച്ച് ഞാൻ നിന്നെ ഇവിടെ നിന്ന് ഓടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം മോശമായിട്ട് വൈജയന്തിയോട് സംസാരിക്കാനായിട്ട് ബാലേന്ദ്രൻ. ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് സങ്കടവും ദേഷ്യവും ഒക്കെ വരികയാണ് കേട്ടോ. അലീനനാണ് ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കുകയാണ്. കാരണം അലീന എടുത്തുകൊണ്ട് കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അലീനോട് പറയുന്നുണ്ട് അലീന നീ പോയിട്ട് എടുത്തിട്ട് വന്ന് പറയുകയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഞാൻ എന്താ എടുത്തുകൊണ്ട് വന്ന് കഴിച്ചാൽ ഞാനല്ലേ ഇത്രയും നാൾ നിങ്ങളെ നോക്കിയിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരമാവാണ്. അപ്പോൾ പുതിയ ഹോം നേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ബാലേന്ദ്രൻ താഴത്തേക്ക് വരികയാണ് കേട്ടോ പുതിയ ഹോം നേഴ്സിനെ കാണാനേ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നത് ഈ ഹോം നേഴ്സ് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്മനെ നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ്, അമ്മനെ നോക്കാനാണല്ലോ ഇവിടെ വന്നത്, അപ്പോൾ ഇനി ഇവളുടെ സേവനം ഇവിടെ ആവശ്യമില്ല, അപ്പോൾ ഇവള് പോകല്ലേ, അപ്പോൾ പുതിയ ഹോം നേഴ്സിനെ കൊണ്ടുവന്നാണെന്ന് പറയുകയാണ്. അപ്പോൾ അലീനയുടെ സേവനം ഇനി നിനക്ക് ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, എനിക്ക് ഇവളുടെ സേവനം ആവശ്യമില്ല എന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ ബാലേന്ദ്രൻ വന്നിട്ട് പറയണം അലീന ഇനി മുതൽ നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു തരി പോലും വൈജയന്തിക്ക് കൊടുക്കരുത്. നീ എന്തും വൈജയന്തിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യവും നീ ഈ വീട്ടിൽ ചെയ്യരുത്. ഒരു പണി നീ ചെയ്ത് ഡ്രസ്സ് അലക്കാണെങ്കിലും അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും വൈജയന്തിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുതെന്ന് പറയുകയാണേ. അപ്പോൾ വൈജയന്തി പറയാണ് അതിന് അവളിവിടെ നിൽക്കുന്നില്ല, അവളെ ഞാൻ പറഞ്ഞയക്കുകയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ് ഇത് നെടുമുറിക്കൽ ബാലേന്ദ്രൻ്റെ വീടാണ്, അപ്പോൾ ഈ വീട്ടിൽ ആരൊക്കെ നിൽക്കണം ആരൊക്കെ നിൽക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നിനക്ക് സ്വന്തമായിട്ടൊരു ഹോം നേഴ്സിനെ കൊണ്ടുവന്ന് നിർത്താമെന്നുണ്ടെങ്കിൽ എനിക്കും അത് ചെയ്യാം. എന്തായാലും അലീന ഇവിടെ നിന്ന് പോകുന്നില്ല, എൻ്റെ കാര്യങ്ങൾ അലീന തന്നെ നോക്കിയാൽ മതി എന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പോൾ ശരിക്കും അലീന പെടുകയാണ് കേട്ടോ. അപ്പോൾ നിൻ്റെ അമ്മനെ നോക്കാൻ ഹോം നേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ അമ്മനെ നീ ഹോം നേഴ്സിനെ വെച്ച് നോക്കിക്കോ, പക്ഷേ എൻ്റെ ഒരു കാര്യങ്ങളും ഹോം നേഴ്സിനെ വെച്ച് ചെയ്യിക്കേണ്ട, അലീന തന്നെ ചെയ്താൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വന്നിട്ട് വൈജയന്തി ആകെ പൊട്ടിത്തെറിക്കാൻ കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ എൻ്റെ സ്ഥാനം എന്താണ്, ഞാൻ എന്തിനാണ് ഈ വീട്ടിൽ ജീവിക്കുന്നത്, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, എനിക്ക് അതിൻ്റെ സ്ഥാനം ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് ഈ വീട്ടിലൊരു സ്ഥാനമില്ല, നിനക്ക് ഈ വീട്ടിൽ അധികാരം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, പക്ഷേ ആ അധികാരമൊക്കെ ഞാൻ തിരിച്ചെടുത്തു. ഇപ്പം ഈ വീട്ടിൽ ബാലേന്ദ്രനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ആ തീരുമാനങ്ങളനുസരിച്ച് മാത്രമേ ഈ വീട്ടിലെ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകുമെന്ന് ബാലേന്ദ്രൻ തറപ്പിച്ച് തന്നെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ശരിക്കും അലീന ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. പോകാനും പറ്റില്ല നിൽക്കാനും പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറാണ്. അങ്ങനെ രണ്ട് രീതിയിലുള്ള ഒരു തീരുമാനങ്ങളും അതുപോലെ രണ്ട് രീതിയിലുള്ള ഭക്ഷണങ്ങളും അങ്ങനെയൊക്കെ ആവാണ് കേട്ടോ കുടുംബത്തിൽ. അപ്പോൾ അലീനനോട് ബാലേന്ദ്രൻ കൂടുതൽ എടുക്കുന്നത് വൈജയന്തിക്ക് വല്ലാത്തൊരു വെറുപ്പ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ വൈജയന്തി തീരുമാനിക്കുകയാണ് ഏതെങ്കിലും രീതിയിൽ ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കണം എന്ന് തന്നെ തീരുമാനിക്കുകയാണ്. പക്ഷേ ബാലേന്ദ്രനും അലീനയും തമ്മിൽ കൂടുതൽ എടുക്കുകയാണ് കേട്ടോ. ശരിക്കും ഒരു അച്ഛൻ മകൾ ബന്ധം ഉണ്ടാവുകയാണ്. അപ്പോൾ അലീനയുടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് അലീനയുടെ പൂർവ്വകാലം അറിയാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ബാലേന്ദ്രൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അലീനയുടെ അച്ഛൻ ആരാണെന്ന് അറിയണം. അതിന് മുത്തശ്ശേരി എടുത്ത് ചെന്നിട്ട് ആഗ്രയിൽ വെച്ചിട്ടുള്ള വൈജയന്തിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ബാലേന്ദ്രൻ പറഞ്ഞതനുസരിച്ചിട്ട് തന്നെയാണ് മുത്തശ്ശേരി എടുത്ത് വന്നിട്ട് ചോദിക്കുന്നത്. ആഗ്രയിൽ വെച്ചിട്ട് മേഡത്തിന് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കും നീ അതെങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊക്കെ എനിക്കറിയാം എന്ന് പറയാണ് കേട്ടോ. മുത്തശ്ശി അതിനെക്കുറിച്ച് പറയുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വേറെ നിവർത്തിയില്ല, കാരണം അലീന സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് മുത്തശ്ശിക്ക് മനസ്സിലാവാണ്. അപ്പോൾ ഗംഗാധരൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പട്ടാളക്കാരനാണ് മേഡത്തിൻ്റെ
അതായത് വൈജയന്തി സ്നേഹിച്ചിരുന്ന ആളെന്നുള്ള സത്യം മുത്തശ്ശിയുടെ വായിൽ നിന്ന് തന്നെ അലീന അറിയാണ്. സ്റ്റാൻലി എന്നുള്ള ഒരു പേരാണ് മുത്തശ്ശി പറഞ്ഞത്. അപ്പം ബാലേന്ദ്രനോട് അലീന ഈ വക കാര്യങ്ങളൊക്കെ വന്ന് പറയണം. അപ്പോൾ ബാലേന്ദ്രൻ ഇതൊക്കെ അറിഞ്ഞു എന്നുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലാവാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അലീന സ്റ്റാൻലി അല്ലേ, അങ്ങനെയാണല്ലേ വരുന്നത് പേരെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടം അലീന ബാലചന്ദ്രൻ എന്ന് കേൾക്കാനാണെന്ന് പറയും കേട്ടോ. കാരണം ഞാൻ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടത് ബാലേന്ദ്രൻ സാറിനാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നെ അച്ഛനെ വിളിക്കേണ്ടി വരും, ഈ സാറ് മാറ്റിയിട്ട് അച്ഛനെ വിളിക്കേണ്ടി വരും എന്ന് അലീനയോട് പറയാൻ കേട്ടോ. അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കാണ് കേട്ടോ. അപ്പോൾ അലീന ബാലചന്ദ്രൻ അലീനയുടെ അച്ഛനാണല്ലോ, അപ്പോൾ ഇനി മുതൽ അച്ഛൻ എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും വൈജയന്തിക്ക് വലിയ കാര്യമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവർ എപ്പോഴും സംസാരിക്കുന്നതും അതുപോലെ ഏത് നേരം അങ്ങോട്ട് പോകുന്നതൊക്കെ ദേഷ്യം, ഏത് രീതിയിലാണ് ദേഷ്യം പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് വൈജയന്തി വന്ന് നിൽക്കുകയാണ്. പിന്നെ അലീന മുകളിലേക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുപോകുമ്പോൾ പിള്ളേരോട് വൈജയന്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ സ്വന്തം അച്ഛനെ അവളുമാർക്ക് എവിടെന്നോ കയറി വന്ന അവളുമാർക്ക് വിട്ടുകൊടുത്തിട്ട് നിങ്ങളൊന്നും മിണ്ടാതെ ഇങ്ങനെ പഴംപുഴുങ്ങികളായിട്ട് നോക്കി നിൽക്കുന്നത് എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാണ്. വീണ്ടും ബാലചന്ദ്രൻ്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയി. ഇനി ഈ വീട്ടിൽ നിന്നാൽ ശരിയാവൂല, എനിക്ക് അങ്ങനെ ഒരു ഭാര്യയുടെ സ്ഥാനവും അല്ലെങ്കിൽ ഈ വീട്ടിലെ കുടുംബനാഥ എന്നുള്ളൊരു സ്ഥാനമൊന്നും ഇല്ല, അതുകൊണ്ട് ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കൂല എന്ന് പറഞ്ഞ് വൈജയന്തി വേഗം വെട്ടിയും കിടക്കൊക്കെ ആയിട്ട് തിരികെ നമ്മുടെ ഇവിടേക്ക് പോകുന്നുണ്ട് കേട്ടോ, കൊല്ലപ്പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ബബി ഓടി ചെന്നിട്ട് പറയുന്നുണ്ട്, പോകലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും സമ്മതിക്കുന്നില്ല. നിങ്ങളിപ്പോൾ അച്ഛൻ്റെ ഭാഗത്താണല്ലോ, നിങ്ങളുടെ അച്ഛനോട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ, അലീനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ ഞാൻ മാത്രമല്ല ശ്രമിക്കുന്നുള്ളൂ, നിങ്ങളെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അച്ഛനോട് ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവരെ വഴക്ക് പറഞ്ഞിട്ട് അവിടുന്ന് പോകുകയാണ്. ഇത് അലീനയ്ക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാരണം അലീന കാരണം മേഡം അവിടുന്ന് പോയല്ലോ, വൈജയന്തി അവിടുന്ന് പോയല്ലോ എന്നുള്ളത്. അങ്ങനെ എന്തായാലും കൊല്ലപ്പള്ളിയിലേക്കാണല്ലോ നമ്മുടെ വൈജയന്തി പോയിട്ടുള്ളത്. കൊല്ലപ്പള്ളിയിൽ എന്തായാലും വൈജയന്തി നിൽക്കാനുള്ള ചാൻസ് കുറവാണ്. കമലയ്ക്കാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശീനെ തന്നെ വൈജയന്തി അങ്ങോട്ട് പറഞ്ഞയക്കണമെന്ന് കേട്ടപ്പോൾ തുടങ്ങിയിട്ടുള്ള ടെൻഷനാണ്. കാരണം വേറൊരാൾ ആ വീട്ടിൽ വന്ന് നിൽക്കുന്നതൊന്നും കമലയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈജയന്തി അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ 1-2 ദിവസമൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നല്ലാതെ ദിവസങ്ങളോളൊന്നും അവിടെ നിർത്താനായിട്ട് കമല ശ്രമിക്കൂല. അപ്പം കമല അവിടെ നിന്ന് വൈജയന്തിനെ പറഞ്ഞു ഓടിപ്പിക്കാനുള്ള ചാൻസ് തന്നെയാണ് കൂടുതൽ. കാരണം കമലയ്ക്ക് അറിയാം വൈജയന്തി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നങ്ങൾ കൂടെയുള്ളൂ. മാത്രമല്ല വൈജയന്തിയുടെ ചുമതലയൊക്കെ ഇനി കമല ഏറ്റെടുക്കേണ്ടി വരും, വൈജയന്തിക്ക് വേണ്ടി ഭക്ഷണം ഇതൊക്കെ വെച്ചു കൊടുക്കേണ്ടി വരും. അപ്പം എല്ലാം കൊണ്ടും വൈജയന്തി അവിടെ നിൽക്കുന്നത് അലീനയ്ക്കല്ല കമലയ്ക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം ആ വക പ്രശ്നങ്ങളൊക്കെ കാരണം കമല പിന്നീട് ദേഷ്യവും ഇതൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ വീണ്ടും തിരികെ വീട്ടിലേക്ക് വരാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇന്നലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് കുറച്ച് ഭാഗമാണ്, അത് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.